കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെ ക്രെഡിറ്റ് കാർഡ് നല്ല രീതിക്ക് യൂസ് ചെയ്യാം, അതിന്റെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും ബെനിഫിറ്റ്സ് പോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് കാർഡ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അതായത് നിങ്ങളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരുടെ നിങ്ങൾക്കറിയാം ഹൈ ഇൻട്രസ്റ്റ് ആണ്. ഇഫ് എനി നിങ്ങൾക്ക് ഡിഫോൾട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നതാണ് നമ്മുടെ ഡെപ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പോൾ വീണ്ടും അതടച്ചു, അതിനുശേഷം വീണ്ടും എടുത്തു, വീണ്ടും അടച്ചു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡെപ്റ്റ് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിഡൻ കോസ്റ്റസ്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇതിൽ ഈ ഒരു മെയിൻ്റെനൻസ് ഫീ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീ, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് ഫീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ എന്താണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇത് എഫക്ട് ചെയ്യും. എനി ചാൻസ് ഡിഫോൾട്ടോ അല്ലെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഇതൊക്കെ വന്നാൽ ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിന് ഒരു ഇത് കുറയാനായിട്ട് വളരെ സാധ്യതയുണ്ട്. പിന്നെയുള്ള ഏറ്റവും ഒരു ഇതുള്ളത് നിങ്ങളുടെ ആ ഒരു ഓവർ സ്പെൻഡിങ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ ഈ കാർഡുള്ള കാരണം നമുക്ക് കുഴപ്പമില്ല, പിന്നെ കൊടുത്താൽ മതി എന്നുള്ള ചിന്ത കൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ സ്പെൻഡിങ് കൂട്ടിക്കൊണ്ടിരിക്കും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ മേടിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് സ്കോർ കറക്റ്റ് ക്രെഡിറ്റ് സ്കോറിനൊക്കെ എഫക്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ വേണ്ടി പേജ് ഫോളോ ചെയ്യുക. ട്രേഡിംഗ് ബേസിക്സ് ആയിട്ട് പഠിക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഹായ് എന്ന് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോൾ ബൈ.